ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജൂലൈ 8. പെസഷ്കിൻ്റെ വിജയവും ഇറാൻ്റെ ഭാവിയും. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനിൽ പരിഷ്കരണവാദിയായ മസൂദ് പെസഷ്കിൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. തികഞ്ഞ യാഥാസ്ഥിതികനും ആണവ ചർച്ചകളിലൂടെ അന്താരാഷ്ട്ര പ്രശസ്തനുമായ സയ്യിദ് ജലീലിയെ 54% വോട്ട് നേടി വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ് പെസഷ്കിൻ പരാജയപ്പെടുത്തിയത്. യാഥാസ്ഥിതിക പക്ഷക്കാരനായ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇറാൻ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത്. പതിറ്റാണ്ടുകൾക്ക് ശേഷം പടിഞ്ഞാറൻ ഇറാനിൽ നിന്നുള്ള പ്രസിഡന്റാണ് അസേറി, ഫാർസി, കുർദിഷ് ഭാഷകളിൽ പ്രാവീണ്യമുള്ള പെസഷ്കിൻ. മതപരവും വംശീയവുമായ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന രാജ്യത്ത് കൂടുതൽ സഹിഷ്ണുതയുള്ള ഭരണം പ്രതീക്ഷിക്കുന്നവരാണ് അദ്ദേഹത്തിൻ്റെ വിജയം ആഘോഷിക്കുന്നത്. ഇറാൻ്റെ പൗരോഹിത്യ റിപ്പബ്ലിക് ഭരണസമ്പ്രദായത്തിന് കീഴിൽ ആണവ കാര്യങ്ങളിലോ സൈനിക നടപടികളിലോ വലിയ നയംമാറ്റം വരുത്താൻ പ്രസിഡന്റിന് കഴിയില്ല. ആത്യന്തിക അധികാരം പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയിൽ നിക്ഷിപ്തമായിരിക്കുമ്പോൾ തന്നെ ജനപിന്തുണയുടെയും രാഷ്ട്രീയ ബന്ധങ്ങളുടെയും കരുത്തിൽ പ്രസിഡന്റിന് നയരൂപീകരണത്തെ സ്വാധീനിക്കാൻ കഴിയും. മേഖലയിൽ ഇസ്രായേലിന് വെല്ലുവിളി ഉയർത്തുന്ന എല്ലാ ചെറുത്തുനിൽപ്പ് സംഘങ്ങൾക്കും ഇറാൻ പിന്തുണ നൽകുന്നത് പാശ്ചാത്യ ചേരിയുടെ എതിർപ്പിന് കാരണമാണ്. പിരിമുറുക്കം ലഘൂകരിക്കുമെന്ന വാഗ്ദാനം നൽകിയാണ് പെസഷ്കിൻ പ്രചാരണം നടത്തിയത്. എന്നാൽ അത് എത്ര കണ്ട് സാധിക്കുമെന്നത് കണ്ടറിയണം. ഇതിനു മുമ്പും പരിഷ്കരണവാദികളും മിതവാദികളുമായ പ്രസിഡന്റുമാർ ഇറാനിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അമേരിക്കയും കൂട്ടാളികളുമായുള്ള ബന്ധം മെച്ചപ്പെടുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടില്ല. ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറി ഒത്തുതീർപ്പിനുള്ള ധാരണയെ ഇല്ലാതാക്കിയ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റായി വീണ്ടും അധികാരത്തിലെത്തുന്ന സ്ഥിതിയുണ്ടായാൽ ഒട്ടും ശുഭകരമാകില്ല ഇറാനും പാശ്ചാത്യ ചേരിയുമായുള്ള ബന്ധം. അമേരിക്കയുമായുള്ള ആണവ കരാർ സംബന്ധിച്ച് ചർച്ച പുനരാരംഭിക്കുമെന്ന് പെസഷ്കിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറെ പ്രതീക്ഷയോടെ ഇറാൻ ജനത അധികാരത്തിലേറ്റിയ പെസഷ്കിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയും ഇതാകും. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ വെല്ലുവിളിച്ച് വർഷങ്ങളായി തുടരുന്ന പ്രതിഷേധങ്ങൾക്കിടയിൽ പ്രായോഗിക വിദേശ നയം രൂപീകരിക്കുമെന്നും നിർബന്ധിത ശിരോവസ്ത്ര നിയമം നടപ്പാക്കുന്നതിൽ ഇളവ് വരുത്തുമെന്നും പ്രഖ്യാപിച്ചാണ് പെസഷ്കിൻ അധികാരത്തിൽ വരുന്നത്. ഇറാൻ്റെ വിദേശ നയ രൂപീകരണത്തിൽ യാഥാസ്ഥിതിക പരിഷ്കരണവാദ പ്രസിഡന്റുമാർ തമ്മിൽ കാതലായ വ്യത്യാസമൊന്നും ദൃശ്യമായിട്ടില്ല. അമേരിക്കയുടെയും പാശ്ചാത്യ ചേരിയുടെയും നിലപാടുകൾക്കെതിരായ ശക്തമായ നിലപാടാണ് ഏതു സാഹചര്യത്തിലും ഇറാൻ സ്വീകരിച്ചിട്ടുള്ളത്. ലാറ്റിൻ അമേരിക്കയിലെ ഇടതുപക്ഷ സർക്കാരുകളുമായുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിലും അന്താരാഷ്ട്ര വേദികളിൽ നിലപാട് സ്വീകരിക്കുന്നതിലും ഇറാൻ എക്കാലവും ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ വിദേശ നയം തന്നെയാകും പെസഷ്കിനും തുടരുക. അദ്ദേഹം ആഗ്രഹിച്ചാലും ഇക്കാര്യത്തിൽ കാതലായ മാറ്റത്തിന് അവസരമുണ്ടാകില്ല. അതേസമയം ഇറാൻ്റെ ആഭ്യന്തര നയത്തിൽ പുതിയ പ്രസിഡന്റിൻ്റെ പുരോഗമന നിലപാടുകൾ നിർണായകമാകും. ശിരോവസ്ത്ര നിയമത്തിൽ ഇളവ് നൽകുന്നതടക്കമുള്ള തീരുമാനങ്ങൾ യുവജനങ്ങളും പരിഷ്കരണവാദികളും സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ യാഥാസ്ഥിതികരുടെ എതിർപ്പുകളും സ്വാഭാവികമായും ഉയരും. ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഈ നയമാറ്റം എന്തു മാറ്റമാണ് വരുത്തുകയെന്ന് കാത്തിരുന്നു കാണണം. യാഥാസ്ഥിതികർക്ക് ഭൂരിപക്ഷമുള്ള പാർലമെൻറ്റാണ് നിലവിലുള്ളത് എന്നതുകൂടി കണക്കിലെടുക്കുമ്പോൾ പെസഷ്കിന് പരിഷ്കരണം അത്ര എളുപ്പമാകില്ല. ഇസ്രായേലുമായും പാശ്ചാത്യ ചേരിയുമായും നിലനിൽക്കുന്ന പിരിമുറുക്കത്തിൻ്റെ കാലഘട്ടത്തിൽ ആണവ വിഷയവും ഉപരോധങ്ങളും വരാനിരിക്കുന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പുമെല്ലാം ഇറാന് വെല്ലുവിളിയാകും. അമേരിക്ക സ്വീകരിക്കുന്ന നിലപാടാകും ഇക്കാര്യത്തിൽ നിർണായകമാകുക. ഇറാൻ്റെ ഷിയ പൗരോഹിത്യ ആധിപത്യ സംവിധാനത്തിൽ മാറ്റങ്ങളൊന്നും പെസഷ്കിൻ വാഗ്ദാനം ചെയ്തിട്ടില്ല. രാജ്യത്തിൻ്റെ എല്ലാ വിഷയത്തിൻ്റെയും അന്തിമ വാക്കായി പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ അംഗീകരിച്ചിട്ടുമുണ്ട്. എന്നിരിക്കലും പെസഷ്കിൻ്റെ സതുദ്ദേശമായ പരിഷ്കരണ നിലപാടുകളെപ്പോലും യാഥാസ്ഥിതികർ വെല്ലുവിളിച്ചേക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു.